വീഡിയോ എന്ന് പറഞ്ഞ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ്, ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് ആണ്. ഫുൾ ഒന്നും ഒരു ഹാഫ് ആണ് കേട്ടോ ഡേ ഇൻ മൈ ലൈഫ് ഫുള്ളും. അപ്പം നമ്മൾ ഞാനും ഷെയ്യും കൂടി എൻ്റെ പട്ടാമ്പിയിലേക്ക് വന്നിരിക്കും കേട്ടോ. അപ്പം നമ്മൾ ഓൾറെഡി മാക്സിൽ ഓഫർ സെയിൽ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നേരെ നമ്മൾ പട്ടാമ്പി മാക്സ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരെ മാക്സിലോട്ടാട്ടോ പോയത്. മാക്സിൽ പോയപ്പോൾ ഗംഭീര ഓഫർ ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി സെയിലായിരുന്നു. അതായത് ജെൻസിനും ലേഡീസിനും കിഡ്സിനും ഒക്കെ ഉണ്ടായിരുന്നു. 499, അതേപോലെ 299, 399, അതേപോലെ 199 അടക്കം സെയിൽ ഉണ്ടായിരുന്നു കേട്ടോ. അതേപോലെ എല്ലാം, അതായത് കുർത്തി സെക്ഷൻ, വെസ്റ്റേൺ സെക്ഷൻ എല്ലാത്തിലും, അതേപോലെ ചെപ്പൽസിലൊക്കെ ഓഫർ ഉണ്ടായിരുന്നു, ബാഗ്സിലൊക്കെ ഓഫർ ഉണ്ടായിരുന്നു. അതുകൂടാണ്ട് 50%, 30% ഒക്കെ ഓഫേഴ്സും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് പോയി. ഞാൻ ഓരോന്നും ഇങ്ങനെ പെറുക്കി എടുക്കൽ തുടങ്ങിയിട്ടാണ്. അപ്പോഴത്തേക്ക് ഉപ്പയമ്മ അവിടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ എല്ലാം അങ്ങനെ അരച്ച് പെറുക്കി ഷെയ്ക്ക് പറ്റിയത് അവിടെ ഷെയ്ക്ക് നോക്കുന്നുണ്ട്. നമ്മൾ ഓഫറൊക്കെ വരുമ്പോൾ നമ്മൾ മെസ്സേജ് വരും, അപ്പോൾ നമ്മൾ പോകട്ടാ. മാക്സിമം പെട്ടെന്ന് തന്നെ പോകും. കാരണം ഞാൻ വരുമ്പോൾ ഡ്രസ്സിനോട് ഭയങ്കര എന്താ പറയുക, ഭയങ്കര കമ്പാണ്. എനിക്ക് ഇങ്ങനെ ബാക്കി ചിലർക്ക് ഗോൾഡ് ആയിരിക്കും, പക്ഷെ എനിക്കറിയില്ല, എനിക്ക് ഡ്രസ്സിനോടാട്ടോ ഭയങ്കര ഒരു ഇത്. ഞാൻ എവിടെ ഓഫർ ഉണ്ടെങ്കിലും അങ്ങനെ നൈറ്റാണ് കാണണമെന്നുണ്ടെങ്കിൽ മോർണിംഗ് പോകും. ഇതോ തന്നെയാണ്, ഞാൻ നൈറ്റാണ് കണ്ട മാക്സിൻ്റെ സെയിൽ. അപ്പോൾ നമ്മൾ നേരെ മോർണിംഗ് പോയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് പറഞ്ഞത്, ഇവിടെ എൻ്റെ ഫാമിലി, എൻ്റെ ഉപ്പ അമ്മ എങ്ങനെ തന്നെ നമ്മൾ ലുലു അതേപോലെ H&M ആയാലും സെയിൽ ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയായാലും അങ്ങോട്ട് പോകും. ഇപ്പൊ ഷെയ്യും അതേപോലെ തന്നെ സെയിം ആൾ തന്നെ കൂട്ടാൻ കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതാ ഞാൻ ലോൺ എടുക്കേണ്ടൊക്കെ വരുമെന്ന് പറയരുത് കേട്ടാ. അപ്പോൾ നമ്മളിതാ കുറച്ച് ഡ്രസ്സ് എടുത്ത് ഞാൻ ട്രയൽ ചെയ്യാൻ പോവുകയാണ്. അതുപോലെ ഫുഡ് വെയറിനൊക്കെ നല്ല ഓഫർ ഉണ്ട് കേട്ടോ. അതുപോലെ ഡെനിം, പെലാസോസ്, അതിനൊക്കെ നല്ല ഓഫറുണ്ട്. പിന്നെ കിഡ്സിൻ്റെ സെക്ഷൻ, ആക്സസറീസിലൊക്കെ ഉണ്ട്. പിന്നെ ഓരോന്ന് ട്രയൽ ചെയ്ത് അങ്ങനെ പട്ടിഷോ ഉള്ളതാണല്ലോ, അതെല്ലാ ഗേൾസിനും അങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മൾ 2 കിറ്റിലും ഫുൾ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ബില്ല് ചെയ്യാൻ പോവാണ്. ഞാൻ അതേപോലെ ഷെയ്ഡ് ഡ്രസ്സൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം നമ്മളെ ഡ്രസ്സ് കണ്ടാൽ ഞാൻ എല്ലാം മറക്കും. അപ്പോൾ അതായിട്ടോ ഷെയ്ഡ് സെക്ഷൻ ഷോർട്ട്സും ടീഷർട്ട്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് ടോപ്പ് ഉമ്മാക്ക് എടുത്തു, അതേപോലെ ഉപ്പാക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 കവർ ഫുള്ള് നമ്മൾ ഡ്രസ്സ് വാങ്ങിച്ചു. സെയിലാന്ന് പറഞ്ഞിട്ട് നമ്മൾ വലിച്ചു വാരിയിട്ട് ലാസ്റ്റ് ബില്ല് ചെയ്തപ്പോൾ വലിയൊരു എമൗണ്ട് തന്നെ കേട്ടോ വന്നത്. കാരണം നമ്മൾ സെയിലാന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ എടുത്തിടും, പക്ഷെ ബില്ലിങ്ങിൻ്റെ അവിടെ പോകുമ്പോൾ നമ്മളെ ഞെട്ടി. പക്ഷെ എങ്കിലും കുഴപ്പമില്ല, നമ്മൾ എടുത്തതിൻ്റെ ഒരു 16% ഒക്കെയാണ് വന്നിട്ടുള്ളൂ. എനിക്ക് വെറുതായിട്ട് തോന്നി, കാരണം ഞങ്ങൾക്ക് ട്രിപ്പൊക്കെ ഉണ്ട് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ഷെയ്ക്ക്. അപ്പോൾ ഞങ്ങൾക്ക് അതിന് വേണ്ടി എന്തായാലും ഡ്രസ്സ് എടുക്കണം, ഒരു ഹണിമൂൺ പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ അത് ഇതിലൂടെ കഴിഞ്ഞു. അപ്പോൾ ഈ കയ്യിൽ നിറച്ചും ഡ്രസ്സായിട്ട് പോകുന്നതിൻ്റെ സന്തോഷം വേറെ ഒന്ന് തന്നെയാണ് ഗൈസ്. എനിക്കങ്ങനെ കേട്ടോ. കാരണം ഞാനിപ്പോൾ എൻ്റെ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ അറിയാം, ഞാൻ എവിടെ പോയാലും വല്ല യൂസ്റ്റാ മാക്സ് അല്ലെങ്കിൽ ഏത് സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് അവിടെ കയറിയിട്ട് ഒരു ടോപ്പെങ്കിലും ജസ്റ്റ് ഒരു ടീഷർട്ട് 5 സ്ലീവെങ്കിലും കയ്യിൽ വാങ്ങിക്കാതെ പോരാറില്ല കേട്ടോ. അപ്പം ഞങ്ങൾക്ക് എന്തായാലും ഡ്രസ്സ് വേണമായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. കുറച്ച് ടീഷർട്ടും ഷോർട്ട്സും എനിക്ക് കുറച്ച് ടോപ്പൊക്കെ കിട്ടി. അങ്ങനെ നമ്മൾ നേരെ പോന്നിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാനാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ ബിരിയാണി ആയിട്ട് കഴിച്ചത്, കാരണം ബാക്കിയൊക്കെ ഭയങ്കര ടൈം എടുക്കും, നമുക്ക് തിരിച്ച് പോകേണ്ടതായിരുന്നു. അപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണി കഴിച്ചു. എന്നിട്ട് നേരെ നമ്മൾ നെസ്റ്റോക്ക് ആട്ടാൻ വന്നത്. നെസ്റ്റോന്ന് കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാറുണ്ടായിരുന്നു വീട്ടിലേക്ക്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഗുരുവായൂർക്കാട്ട പോയത്. കാരണം ഗുരുവായൂർ നമ്മളെ നെസ്റ്റോ അങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റ് എന്ന് പറയാൻ വേണ്ടി അത്ര ഇല്ല. പിന്നെ നമ്മൾ ഷോബയിലേക്ക് പോകണം, അത് കുറച്ച് റിസ്ക് ആണ്. അപ്പോൾ ഞാൻ പട്ടാമ്പിലേക്ക് നെസ്റ്റോ പർച്ചേസ് ചെയ്യലാണ്. ഗുരുവായൂരും ചൗക്കാടൊക്കെ ഉണ്ട്, പക്ഷെ നമ്മുടെ നെസ്റ്റോന്റെ ആ ഒരു ഡെവലപ്പൊന്നും ആയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ഗ്രോസറിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു നേരെ ഗുരുവായൂർക്ക് പോയിട്ട് എൻ്റെ ഫ്ലാറ്റിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.